ഇത് വിഗാണ്, കണ്ടോ? വിഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധമില്ല. ചേച്ചി അത് ഇടൂ. എന്റെ ജീവൻ പോകുന്നോടെ വരെ എന്റെ കുഞ്ഞെന്റെ കൂടെ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞേ ഉള്ളൂ. ഞാൻ മരിക്കുമല്ലോ, ക്യാൻസർ വന്നില്ല, ഞാൻ മരിക്കുമല്ലോ. അപ്പൊ കുഞ്ഞിനെ നോക്കണ്ടേ? അപ്പൊ കുഞ്ഞിനെ തട്ടിയെടുക്കണം. അതാണ് അവൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഒന്ന് ഹഗ് ചെയ്തട്ടെ. കുറെ നാളുകളായിട്ട് വിചാരിച്ചാണ്, പക്ഷെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം രേണുസുതിയാണ്. രേണു ചേച്ചി നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. നമസ്കാരം. എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട്? ആക്ച്വലി ഇപ്പം സത്യം പറഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ് ഞാൻ. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രേണുസുതി കുറച്ച് ഇടവേളകൾക്ക് ശേഷം രേണുസുതി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ രേണുസുതിയുടെ നാവാണ് രേണുസുതി ഇത്രയും നെഗറ്റീവ് കൊണ്ടുവന്ന് എത്തിച്ചത്. രേണുസുതിക്ക് സംഭവിച്ച കാര്യങ്ങളും അതുപോലെ എല്ലാം നമുക്കറിയാവുന്നതാണ്. ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു. അപ്പം നമ്മുടെ നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ നാവിൽ നിന്ന്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതെടുത്തിട്ട് ആഘോഷിക്കുന്നവരാണ് യൂട്യൂബേഴ്സ് മൊത്തം. ഇത് ചെയ്യുന്നവരെല്ലാം. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതിൽ ആങ്കർ ചോദിക്കുന്ന ചോദ്യം, അതിന് കൊടുക്കുന്ന മറുപടിയാണ് ഭയങ്കര അതിശയിപ്പിക്കുന്ന അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്താണെങ്കിലും എന്തിൻ്റെ അർത്ഥത്തിലാണ് അത് ചോദിച്ചതെന്നുള്ളത് അറിയില്ല. അപ്പം ചോദിച്ച ആ ഒരു രീതിയും അതുപോലെ അതിന് കൊടുക്കുന്ന ആ ഒരു മറുപടിയും അത് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി. ഒരു ലജ്ജ തന്നെ തോന്നി. രേണു പണ്ട് പറയുന്നുണ്ട്, കിച്ചുവിനെ സംബന്ധിച്ച് പല തെളിവുകളും പുറത്ത് പറയുവാണെങ്കിൽ കിച്ചു നാറും എന്ന് പല വീഡിയോസുകളിലും പറയുന്നത് കേട്ടു. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് കൊണ്ടാണോ രേണു ആ ഒരു രീതിക്ക് മറുപടി കൊടുത്തത് എന്നൊന്നും അറിയില്ല. പുള്ളിക്കാരി എനിക്കിങ്ങനെ സംഭവിച്ചു എന്നും പുള്ളിക്കാരി തുറന്ന് പറഞ്ഞിട്ടുമില്ല. രേണുവിൻ്റെ വായിൽ നിന്ന് വന്നാൽ മാത്രമേ അതിൽ എത്ര സത്യസന്ധത ഉണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ. എന്തിരുന്നാലും നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോഴും നമ്മൾ സൂക്ഷിക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിക്ക് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ഭയങ്കര വൈറലായിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഉള്ള കുട്ടിക്ക് ബർത്ത്ഡേ ആഘോഷം പിറ്റേന്ന് മരിച്ചു. അപ്പോൾ ഞാൻ എന്നെ ചിന്തിപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ കയ്യിലാണ്. നമുക്കറിയില്ല. ഇപ്പോൾ ക്യാൻസർ വരണം, ഇപ്പം വേണം ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ചാൽ ഞാൻ മരിക്കാവുന്നതേ ഉള്ളൂ. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് നമുക്ക് മനോധൈര്യമാണ് ഏറ്റവും. നമ്മുടെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ മനോധൈര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗേഴ്സ് ഇവരുടെ റീച്ചിന് വേണ്ടിയിട്ടും ഇതിന് ചെയ്തോട്ടെ, അവർ ചെയ്തോട്ടെ, എന്നെ വെച്ചിട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള വാക്കുകളായിരുന്നു അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ മനുഷ്യത്വരഹിതമാണെന്ന് എനിക്കറിയാം. ചേച്ചിനടുത്ത് അത് ചോദിക്കുന്നതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് ആളുകൾ അറിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ ഈ ഒരു പോസ്റ്റർ, ഒരു തംബ്നെയിൽ കാണിക്കാം. ആ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇതാണ് ആ തംബ്നെയിൽ വരുന്നത്. ഇതിനകത്ത് വരുന്നത് ചേച്ചിയുടെ പടവും വെച്ചിട്ടുണ്ട്, കിച്ചുവിന്റെ പടവും വെച്ചിട്ടുണ്ട്, പിന്നെ ആ വ്ളോഗറുടെ പടവും വെച്ചിട്ടുണ്ട്. എന്തോ ഒരു റൈറ്റപ്പ് അത് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടന്റ് ഇതാണ്: ഗർഭമാക്കിയോ? കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? സത്യം ഇത്. കിച്ചു രേണുവിനോട് മോശമായി പെരുമാറിയോ? ക്വസ്റ്റ്യൻ. ഈ സത്യം നിങ്ങൾ അറിയണം. പിന്നെ രേണുവിന്റെ ഗർഭം, പിന്നെ ഒരു മോർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഗർഭകഥ, എനിക്ക് തോന്നുന്നത് ഞാൻ ബിഗ് ബോസിൽ ആയിരുന്നപ്പം ഇറങ്ങിയ സംഭവമാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ മുൻ ബിഗ് ബോസ് താരവും എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അവരെയൊക്കെ. ഞാൻ ഫ്രണ്ടെന്ന് കരുതിയ ഒരാൾ എന്നെ പറ്റി ഇറക്കിയ ഒരു സംഭവമാണ്. ഞാൻ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം, ഞാൻ വീണ്ടും അത് കുത്തിപ്പൊക്കുക എന്ന് കരുതരുത്, ഞാനത് സംസാരിക്കട്ടെ. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി, അബോർഷനാക്കി എന്ന് പറയുന്നത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നി ഈ വൃത്തികെട്ടായി വ്ളോഗർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ഇതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? ചോദിച്ചിരിക്കുന്നത് കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അത് ഇവന്റെ വീട്ടിലെ ഈ വ്ളോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവന്റെ വായിലൂടെ സംസാരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം വന്നിട്ടുണ്ടാവും കുറെ പോസിറ്റീവ് കമന്റ്സ്. ചേച്ചി അതും കൂടെ ആലോചിക്കണം. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, എനിക്ക് അറിയാൻ പാടില്ല, ഇവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ വീട്ടിലെ കാര്യമായിരിക്കും പറഞ്ഞത്. എന്ത് പറയാനാണ് ഇതിനകത്ത് എന്താ എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? എന്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു 5 മാസം മുന്നേ വരെ ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധം. എന്തുവാകട്ടെ, ചിലപ്പം അതിനകത്ത് സ്വാരസ്യങ്ങൾ കാണുമായിരിക്കും. ഇതെല്ലാം മറന്നുകൊണ്ടും എല്ലാം ക്ഷമിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അന്നും ഈ 5 മാസം മുന്നേ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളർത്തുമകൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് പല കറുത്ത കൈകളും ചേർന്നു. അങ്ങനെ തന്നെ പറയും. ഈ വ്ളോഗർ, ഈ സ്ത്രീ
അവരുടെ വീട്ടിൽ പോകും, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഈ വളർത്തുമകനും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു സ്ത്രീ എന്നെ ഈ അപമാനിക്കുന്നതും എന്നെ ഈ ദ്രോഹിക്കുന്നതും. ഇതെല്ലാം എൻ്റെ വളർത്തുമകനും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് വരെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്കിന്ന് പറയണം. ഇനി ഇതിൻ്റെ പേരിൽ കണ്ട രേണു ഇങ്ങനെ ഒരു രീതിക്കാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. ചിരിച്ചു തള്ളുന്ന ആ ഒരു രീതിയാണ്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം നെഗറ്റീവ് പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു കാര്യം പുള്ളിക്കാരിക്ക് പറയായിരുന്നു. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഉള്ള രീതിക്ക് പറയാമായിരുന്നു. ഇപ്പോൾ ഇത് മൊത്തം ഷെഫീന ബീവിയുടെ തലയിൽ വെച്ചിട്ട് ഒഴിയാനുള്ള ഒരു ഇതാണ്. അപ്പം എന്താണെങ്കിലും നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ അറിയാതെ ആണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും നമ്മുടെ വായിൽ നിന്ന് വീഴുന്നത് നമ്മളത് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ പലരും അതെടുത്ത് റിയാക്ട് ചെയ്യും. അതെടുത്ത് സേവ് ചെയ്ത് വെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകമാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പബ്ലിക്കിന് മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലാവുന്നത്, സ്പ്രെഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം. ഇപ്പോൾ ഇങ്ങനൊരു ആങ്കർ ചോദിച്ച ഈ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു വ്യക്തിയോട് ഇങ്ങനെ ഒരു ചോദിച്ചത് തന്നെ ശുദ്ധ വിഡ്ഢിത്തരമാണ്, ശുദ്ധ മണ്ടത്തരമാണ്. അത് ചോദിക്കാനുള്ള ആ ഒരു ഇതും അതിന് കൊടുത്ത മറുപടിയും ഭയങ്കര ഇതായിട്ടുള്ളൊരു മറുപടിയാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. അങ്ങനെ പൊട്ടിത്തെറി അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ആൻസർ പറഞ്ഞത്. പുള്ളിക്കാരി ആ ഒരു രീതിക്കൊന്നും അല്ല ഇവിടെ ഒരു ആൻസർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടോ അതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ കിടക്കും. അപ്പം പലർക്കും ഇതൊരു എന്താ പറയുക, ഈ ഒരു ക്ലിപ്പ് പലർക്കും അതൊരു നെഗറ്റീവായിട്ട് തന്നെ അവിടെ കിടക്കും. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം, സംഭവിച്ചത് കൊണ്ടായിരിക്കാം രേണു അങ്ങനെ റിയാക്ട് ചെയ്തത് എന്നായിരിക്കും പലരും ആ ഒരു ഇതിൽ കമൻ്റ് ഇടുന്നത്. അപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിച്ചുവിൽ നിന്ന് രേണുവിന് ഗർഭിണി ആയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ഇത് പറയും. ഈ ഒരു കാര്യങ്ങളെല്ലാം ഷെഫീന ബീവിയുടെ ചാനലിലൂടെയാണ് ഇത് ഇത്രയധികം പുറത്ത് വന്നത്. ഷെഫീന ബീവി കിച്ചുവായിട്ട് കൂട്ടുകൂടി കിച്ചുവിൻ്റെ കയ്യിൽ നിന്നും പല കാര്യങ്ങളും അറിഞ്ഞ് എന്നിട്ടൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ പുള്ളിക്കാരി പുറത്ത് വിട്ടത്. അപ്പോൾ രേണുവിന് ഇത്രത്തോളം വഷളാക്കിയതും ഈ ഷെഫീന ബീവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന് കൂടുതലായിട്ട് പ്രതികരിച്ചത് ഇവരാണ്. ഷെഫീന ബീവി അതുപോലെ തന്നെ അതുൽ വ്ളോഗുമാണ് അതിന് ഭയങ്കരമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ രേണുവിന് എന്തൊക്കെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് പല വീഡിയോസുകളിലും രേണു പറഞ്ഞിട്ടുണ്ട്. കിച്ചുവിനെ കുറിച്ച് ഞാൻ പല കാര്യങ്ങളും പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കിച്ചുവിന് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും, കിച്ചു നാറും എന്ന തരത്തിലുള്ള പല വീഡിയോസുകളും പല വീഡിയോയിലും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. ഇനി വിവാദം ഉണ്ടായാലും ഇതിൻ്റെ അടി വന്ന് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് എന്നെ മൂടിയാലും എന്നെ ശപിച്ചാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പം ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന്. കുരു പൊട്ടാനാ? എനിക്ക് എന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലെ സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു. പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ചു ഞാൻ മുന്നോട്ട് പോയതാണ്. എനിക്ക് അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പം എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവൾ. ഒന്നും വേണ്ട, അവൻ്റെ കുഞ്ഞിൻ്റെ ഒരു അമ്മയും കൂടാണ്. ആ രാഹുൽദാസ് മാത്രമല്ല സുധിക്ക് മകൻ മൃദുൽദാസും ഉണ്ട്. ചിന്തിക്കണമായിരുന്നു. ഒന്നും ആട്ടെ, അവർ കയറി വന്നെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു വിടണമായിരുന്നു അവരെ. നിങ്ങൾ എൻ്റെ മരുമകളെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നതാണ്, അല്ലെങ്കിൽ ഈ രേണുവിനെ പറ്റി നിങ്ങൾ എന്തിനാ വെറുതെ കുടുംബം കലക്കുന്നത്? ആ അമ്മയും മകനും ഇപ്പം മര്യാദയ്ക്ക് പോകല്ലേ ബന്ധം? അന്ന് തൊട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണ്ട. ഞാൻ എന്തായാലും എൻ്റെ ഇളയ മകനോട് ഞാൻ പറയുന്നില്ല നീ അവരെ വേണ്ട ഇവിടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ ഇഷ്ടം, അവൻ്റെ അപ്പൻ്റെ വീട്ടുകാരെ അവന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ തന്നെയല്ലേ കുഞ്ഞിനെ നോക്കുന്നത്. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചെങ്കിൽ ഞാൻ നല്ല കുറേ പാവം കമൻസ് വരും. അയ്യോ അവള് പാവം കൊണ്ടിട്ട് എനിക്ക് ആരും മേടിക്കാൻ പറ്റൂ? എനിക്ക് ആരും കൊണ്ട് തരുന്നുണ്ടോ? തരാമെന്ന് പറഞ്ഞു ഒരുപാട് പേര്. ക്യാൻസർ ആയപ്പോൾ രേണുവിനെ സഹായിക്കാൻ ആരും തന്നേനെ തരാത്തതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി. എനിക്ക് ഒന്നും വേണ്ട, ആരോടും ഞാൻ ചോദിക്കുന്നില്ല. എന്നിട്ട് നാളെ പറയാം ഇവിടെ എന്നിട്ടിരിക്കുന്ന എൻ്റെ പൈസ കൊണ്ട് അവൾ ക്യാൻസർ വന്നു. ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും തെറി കേട്ടിട്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയോണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അതും കള്ളത്തരമാണെന്ന് പറയുന്നു. അപ്പൊ ഈ സ്ത്രീ അന്ന് ആ വീട്ടിൽ വന്ന് കയറിയോണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവർക്ക് ഇത്ര അറിയത്തില്ലായിരുന്നു ആ സ്ത്രീ ഇന്ന പോലെയാണ്. ആരും വിവരമില്ലാത്ത ആൾക്കാരൊന്നും അല്ലായിരുന്നു അവിടെ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര വ്യഗ്രത ഇടപെടാൻ? എനിക്കറിയില്ല. കുരു പൊട്ടുന്നവർ പൊട്ടട്ടെ ഇവരുടെ പോസ്റ്റാ. അതിന്റെ തലേന്നും കൂടെ എന്റെ വളർത്തുമകന് ഞാൻ പൈസ കൊടുത്തിരിക്കുക. 500-200 രൂപ അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. 500 മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഈ പല വ്ളോഗേഴ്സിനെയും അല്ല ഞാൻ ചോദിക്കട്ടെ, രാഹുൽദാസിന് എന്തും പറയാം, അത് കുഞ്ഞ് അവരെന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ രേണു സുധിയുടെ വീട്ടുകാരെ രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാർ. അങ്ങനെയാ
രേണുസുതിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ് ഇതിന്റെ ഇടയിൽ വരുന്ന കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. ഇനി ഞാൻ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞോണ്ടിരിക്കുമല്ലേ? മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്രം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് ഞാനതൊക്കെ പിന്നീട് സംസാരിക്കാം. പറഞ്ഞ ഇമോഷണൽ ആവും ഞാൻ. അറിയോ? ഋതപ്പൻ 6 വയസ്സേ ഉള്ളൂ. അവൻ എന്തറിയാനാ? അവനൊന്നും അറിയത്തില്ല. പല കാര്യങ്ങളും ഞാൻ ആലോചിച്ച് ദൈവം ഇന്നലെയും കൂടെ ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ച്, അല്ലെങ്കിൽ ഇവന് ഞാൻ സഹായമല്ല, എന്റെ കടമ ഞാൻ ചെയ്തതല്ലേ, എന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ ഇത്രയും അറിയത്തില്ലേ ഈ സ്ത്രീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതാണ്. ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തല്ലോ ദൈവം. എനിക്ക് എന്തുമാത്രം വിഷമം. ഞാൻ അത് ആരും കാണിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ. ആരോട് പറഞ്ഞില്ല എനിക്ക് വിഷമമുണ്ടെന്ന്. ഞാൻ ചുമ്മാ അഭിനയിച്ച് കാണിച്ച് റീൽ ചെയ്ത് സന്തോഷം. പക്ഷെ ഞാൻ 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൊക്കി പിടിക്കുന്നവരുണ്ടല്ലോ, ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്ന് അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസ ഉണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളായിരുന്നെന്ന്. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്. ശരിയാണ്. 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നോക്കാൻ രേണു വേണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രേണു വേണ്ട. പിന്നെ അച്ഛൻ്റെ വീട്ടുകാർക്ക് വേണം. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ വീട്ടുകാർക്ക് വേണം. അവർ ഇപ്പം എന്തായാലും കിച്ചുവിനെ കൊണ്ട് ഉപകാരമുണ്ട്. കിച്ചു അത്യാവശ്യം നല്ലൊരു ലെവലിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം പൈസയും സമ്പാദിക്കാനായി. അതുവരെ നോക്കി വളർത്തിയവർക്കൊന്നും ഒരു ഇതും ഉണ്ടാവില്ല. അത് രേണു പറഞ്ഞതിലോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. അതുവരെ നോക്കി വളർത്തിയവർ പിന്നെ രണ്ടാം അമ്മയാകും. പിന്നെ അച്ഛൻ നോക്കിയിട്ടില്ല, അമ്മ നോക്കിയിട്ടില്ല, അവരിലുള്ള കുറ്റങ്ങളും കുറവുകളെല്ലാം എടുത്തു പറയും. പിന്നെ അച്ഛൻ്റെ വീട്ടുകാരായിരിക്കും നല്ലത്. അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ പിന്നെ സമ്പാദിക്കാൻ തുടങ്ങി. പിന്നെ 10 കാശ് അവരുടെ കയ്യിൽ വരുന്നുണ്ട്. അവർക്ക് നോക്കിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. ഇഷ്ടം പോലെ പൈസ കിട്ടും. ഇപ്പോൾ കിച്ചു അത്യാവശ്യം എന്തൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി പുള്ളിക്കാരൻ ഒരു ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുധിയുടെ വീട്ടുകാർക്ക് കിച്ചുവിനെ വേണം. അതുപോലെ തന്നെ രേണുവിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും അതും ആൺകുട്ടിയാണ്. രേണുവിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും ആ ഋതപ്പനെയും ഇപ്പോൾ സുധിയുടെ വീട്ടുകാർക്ക് വേണം. എന്താ വെച്ചാൽ അവർ വളർന്നു വരുന്നതാണ്. അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ തന്നെ മതി. ആ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ 2 വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും. ആ ഒരു രീതിക്കാണ് ഇവരുടെ പോക്ക്. അപ്പോൾ എല്ലാവരുടെ കാര്യം അങ്ങനെ കേട്ടോ. ഇല്ലായ്മയിൽ ആർക്കും വേണ്ട. കുറച്ച് നമ്മുടെ കയ്യിൽ അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണം. അത് ഏതൊരു ഇതെടുത്ത് നോക്കിയാലും, ബന്ധുക്കാരാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും എവിടെ എടുത്ത് നോക്കിയാലും ഇപ്പോൾ പൈസയുണ്ടോ, പൈസയ്ക്കാണ് എല്ലാവിടെയും വാല്യൂ ഉള്ളത്. പൈസ ഇല്ലാത്തവനെ ആർക്കും വേണ്ട. അത് ഈ ഒരു ഇത് എന്നല്ല, പലയിടത്തും ഞാൻ നോക്കിയിട്ടുണ്ട്. പണമാണ് ഇപ്പോൾ എന്തൊരിതും നമ്മുടെ വിലയും ഇതൊക്കെ വിലയിരുത്തുന്നതും, നമ്മുടെ നിലയും വിലയൊക്കെ വിലയിരുത്തുന്നത് വെറും പണം മാത്രമാണ്. പണം ഇല്ലാത്തവരെ ആർക്കും വേണ്ട. ഒന്നുമില്ലായ്മയിൽ സുധി ഇത്രത്തോളം അനുഭവിച്ച് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ സുധിയുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനക്കോ സുധിയുടെ അമ്മയ്ക്കോ ഒന്നും സുധിയെയും വേണ്ട, സുധിയിലുണ്ടായ മകനെയും വേണ്ട, കിച്ചുവിനെയും വേണ്ട, ആരെയും വേണ്ട. ഇപ്പോൾ കിച്ചു ഒരു സ്റ്റാൻഡിലായി എന്ന് കണ്ടപ്പോൾ ബുദ്ധിപൂർവ്വം കിച്ചുവിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചുവും അവിടെ നിന്നിട്ടാണ് പഠിക്കുന്നതും ബിസിനസ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം. എന്തായാലും ആ ഒരു രീതിക്ക് പോട്ടെ. അതിനിടയ്ക്ക് ഷെഫീന ബീവിയും പോയിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന തരത്തിൽ എണ്ണ ഒഴിച്ച് വീഡിയോസുകൾ സ്പ്രെഡ് ചെയ്ത് ഇത്രത്തോളം എത്തി. ക്യാൻസർ വന്നതിന് ശേഷം രേണുവിൽ നമുക്കൊരു ഇത് കാണാനുണ്ട്. ഞാൻ ഉള്ളതുപോലെ പറയാം. രേണു അഭിനയിച്ചതും കാര്യങ്ങളും രേണു പോയ ആ ഒരു രീതിക്കൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. രേണു കുറച്ച് ഓവർ തന്നെയാണ്. ആ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊക്കെ കുറച്ച് ഓവർ തന്നെയാണ്. അത് രേണു വന്നിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിന് ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു അസുഖം വന്ന് പുള്ളിക്കാരി ആ ഒരു രീതിക്ക് ഇരുന്നതും ആ പുള്ളിക്കാരിയുടെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പം ക്യാൻസർ ആയിട്ട് പോലും പുള്ളിക്കാരിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. ഇപ്പോൾ കിച്ചുവിനെ കുറ്റം പറയുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഒരു പോസിറ്റീവും കിട്ടുന്നില്ല. അപ്പോൾ കിച്ചു സത്യസന്ധനാണോ, കിച്ചുവിൽ നല്ലത് മാത്രമാണോ ഉള്ളത്, വേറെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ പറയണ നമുക്കോ ഈ കമൻ്റ് ഇടുന്ന ആർക്കും അറിയില്ല. കിച്ചു പാവം പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കിച്ചുവിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് രേണുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ആരെയും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു അവസരത്തിൽ. എന്തായാലും രേണുവിൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ സുഖമായിട്ട് രേണു തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഈ ഒരു രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കും നെഗറ്റീവ് തന്നെ വരുള്ളൂ. ഞാൻ ഉള്ളതുപോലെ പറയും. രേണുവിന് നെഗറ്റീവ് പറയാൻ എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി അനുഭവിച്ച കാര്യങ്ങളാണ് പുള്ളിക്കാരി വീഡിയോസിൽ വന്നിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു മറുപടി കൊടുത്തതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. രേണുവിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദിച്ചതിനോട് ആ ഒരു ചിരിച്ചു തള്ളി ആ ഒരു ഇത് എനിക്കെന്തോ അത്രയ്ക്ക്
ഇത് ദഹിക്കുന്നില്ല. ഇതാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ഇതിൽ എന്താണ് ആ ആങ്കറിൻ്റെ കാരണം അടിച്ച് പൊളിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ചോദ്യമാണ് പുള്ളിക്കാർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം ഈ ഒരു ക്യാൻസറായിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ചോദ്യം ഒഴിവാക്കാമായിരുന്നു എനിക്കൊരു ഇതിൽ തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.